ഇന്നലെ ഏതാണ്ട് 6 മണിക്കൂർ എടുത്തു കോഴിക്കോട് നഗരമധ്യത്തിലുണ്ടായ തീ അത് പൂർണ്ണമായും അണയ്ക്കാൻ. അതുമാത്രമല്ല, വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം, അതായത് തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അവിടെ വലിയ രീതിയിൽ അനധികൃത നിർമ്മാണം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി വലിയ പ്രതിസന്ധിയായി എന്നതാണ് വ്യക്തമാകുന്നത്. രാവിലെ ഇപ്പോൾ മേയർ പറയുന്നു, നഗരമധ്യത്തിൽ നഗരഹൃദയത്തിലുണ്ടായ ഒരു കെട്ടിടത്തിന് മുകളിൽ അനധികൃത നിർമ്മാണം ഉണ്ടായി, അത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അത് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ അലംഭാവം തന്നെയല്ലേ വ്യക്തമാക്കുന്നത്? തീർച്ചയായും ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു 2015 മുതൽ 20 വരെ. അന്ന് ഈ കെട്ടിടത്തിൽ ഒരു കെട്ടിടം 2 റൂമും ഒന്നിച്ചാക്കി മുന്നോട്ട് പോവുകയും അതിന് വരാന്ത കൊട്ടിയടയ്ക്കുകയും പറ്റുന്നത് സംബന്ധിച്ച് കോർപ്പറേഷനിൽ ചർച്ചയുണ്ടായിരുന്നു. അന്ന് ഈ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ മെമ്പർമാർ അന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടും കോർപ്പറേഷന്റെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവര് ഏകപക്ഷീയമായി ഞങ്ങളുടെ ഭൂരിപക്ഷം ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മളെല്ലാം കണ്ടു, അവിടെ ഫയർ റെഗുലേഷൻ പ്രകാരം വരാന്ത ഉണ്ടായിരുന്നു. ആ വരാന്ത പൂർണ്ണമായും ഇതിനോട് കെട്ടി അടച്ചു എന്ന് മാത്രമല്ല, ആ വരാന്തയോട് ചേർന്നാണ് പൂർണ്ണമായും വലിയ രീതിയിലുള്ള സാമഗ്രികൾ വെച്ച് അടച്ചിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും 4-4.5 മണിക്കൂർ നമ്മൾ 10-20 വാഹനത്തിൽ നിന്ന് അടിച്ചിട്ട് പോലും കയറാതിരുന്നത് അവസാനം രാത്രി 9 മണിക്ക്, 4:30 മണിക്ക് തുടങ്ങിയ സാധനം രാത്രി 9 മണിക്ക് പ്രൈവറ്റ് JCB കൊണ്ടുവന്ന് നമ്മൾ വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് അതിനുള്ളിലേക്ക് തീക്കുള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഇത് ഒരു റൂമിൽ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അടയ്ക്കാൻ പറ്റുമായിരുന്ന ഒരു ദുരന്തം, അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ അടയ്ക്കാൻ പറ്റുന്ന ദുരന്തം ഈ രീതിയിലായത് മുന്നോട്ട് പോയി. നിങ്ങൾ കണ്ടു, 3-ാം നിലയിലേക്ക് കെട്ടിടത്തിന് നിർമ്മാണത്തിന് അനുമതിയില്ല. ആരുണ്ടാക്കി, അനുമതി കൊടുത്തു? അതുപോലെ ചുറ്റും അടച്ചുപൂട്ടാൻ അനുമതി കൊടുത്തു? ഇത് കോഴിക്കോട് മേയർ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? 4 വർഷത്തിലേറെ 4.5 വർഷമായി ഇരിക്കുന്ന മേയർക്ക് കോഴിക്കോട് കോർപ്പറേഷന്റെ ഏക ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ആ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലുള്ള അനധികൃത കെട്ടിടം മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവർ ആ സ്ഥാനത്തിരിക്കാൻ അർഹയാണോ എന്ന് അവർ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് താങ്കൾ പറയുന്നത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോർപ്പറേഷൻ തന്നെയാണ്? തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ഫയർ ഓഡിറ്റ് എന്ന് പറയുന്ന സാധനം കൃത്യമായി ഇടവേളകൾ ചെയ്യേണ്ടതല്ലേ? ഫയർ ഓഡിറ്റ് ഒരാൾക്ക് ഒരു സമയത്ത് പോലും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാകുമായിരുന്നോ? ഇവിടെ സ്വന്തക്കാർക്ക്, വേണ്ടപ്പെട്ടവർക്ക് എല്ലാ നിയമങ്ങളും, ഫയർ ആൻഡ് റെസ്ക്യൂ നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഏതും ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ കൂപ്പുകുത്തിയതിന്റെ നേർസാക്ഷ്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ അത് പറഞ്ഞതാണ്. ഇന്നലെ നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളോടും ഞങ്ങൾ അവിടെ വിഷയം പറഞ്ഞതാണ്. ഇന്നലെ ഒരു വേളയിൽ നമ്മുടെ കളക്ടറും അതുപോലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അക്കാര്യം നിഷേധിക്കാൻ പോലും തയ്യാറായില്ല. അപ്പൊ ഒരു കാര്യം, താങ്കൾ ഇന്നലെ ഈ അപകട സമയത്തും രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ തീ കെടുത്താൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അഗ്നിരക്ഷാസേനയ്ക്ക് ഉണ്ടായത് ആ തകര ഷീറ്റുകൾ കൊണ്ട് മറച്ചതുകൊണ്ട് തന്നെയായിരുന്നു? തകര ഷീറ്റ് കൊണ്ട് മറച്ചു എന്നുള്ളതും പൂർണ്ണമായും ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് അത് പെർമനന്റ് സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഫ്ലെക്സ് പൊളിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വിഷ്വൽസ് എടുത്ത് നോക്കൂ. രാത്രി 9 മണിക്കാണ് JCB കൊണ്ടുവന്ന് നമുക്ക് കെട്ടിടത്തിൽ ഒരു ഭാഗം പൊളിച്ചപ്പോൾ മാത്രമാണ് തീക്ക് മുകളിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. മറ്റെല്ലാം തകര ഷീറ്റിന് മുകളിൽ വെള്ളം വന്ന് പുറത്തേക്ക് വെള്ളം വരികയാണ്. അതുകൊണ്ടാണ് ആ കത്തുന്നത് 6-7 മണിക്കൂർ നിന്ന് കത്തേണ്ട സാഹചര്യം ഉണ്ടായത്. നമുക്ക് വലിയ സന്തോഷമുള്ളത്, അല്ലെങ്കിൽ ഒരു ആശ്വാസമുള്ളത്, അവിടെ ആളപായം ഉണ്ടായില്ല എന്ന് മാത്രമാണ്. പക്ഷേ ഇത് ജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു ഭരണകൂടം നിസ്സംഗമായി ഇങ്ങനെ അക്ഷന്തവ്യമായ അപരാധം കാണിച്ചത് ഒരിക്കലും പൊറുക്കാനാവില്ല. അവർക്ക് 2007 നമുക്കൊരു വലിയ അനുഭവം ഉണ്ടായിരുന്നു. മിഠായി തെരുവിലുണ്ടായ വലിയ തീപിടുത്തം. അന്ന് ആളപായം ഉണ്ടായി. ഇന്നത് ഉണ്ടായില്ല. പക്ഷേ കോടികളുടെ നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അന്നത്തെ അനുഭവത്തിൽ നിന്ന് പോലും കോഴിക്കോട് നഗരം ഇനിയും പഠിച്ചിട്ടില്ല എന്ന് കൂടിയല്ലേ വ്യക്തമാകുന്നത്? കഴിഞ്ഞ തവണ നമ്മുടെ മെഡിക്കൽ കോളേജിൽ 2 തീപിടുത്തം ഉണ്ടായി. ആ 2 തീപിടുത്തത്തിലേക്ക് എത്തിച്ചെല്ലുന്നത് അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം പൂർണ്ണമായും പരിശോധിക്കാതെ അവിടെ പ്ലാന് അംഗീകാരം കൊടുത്തതാണ്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോർപ്പറേഷനും ഫയർഫോഴ്സ് അധികൃതരും ഉത്തരവാദിത്തമുണ്ട്. അത് കണ്ടിട്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പൊ അവിടെ ഇത് മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ മിക്ക ഷോപ്പിംഗ് കോംപ്ലക്സുകളും പ്രൈവറ്റ് സ്വകാര്യ മേഖലയിലെ കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും ഒക്കെ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലാണ്. ഈ അവസ്ഥ നമുക്ക് കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഈ അപകടം നമ്മളെ അടിയന്തരമായി നമ്മൾ കണ്ണു തുറന്ന് നടപടി എടുത്തില്ലെങ്കിൽ കോഴിക്കോട് തീപിടുത്തത്തിന്റെ നാടായി കോഴിക്കോട് മാറും.
അതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായപ്പോൾ ഈ മതിയായ അഗ്നിരക്ഷാ യൂണിറ്റുകളും ഇല്ലാത്തതും വലിയൊരു പ്രതിസന്ധി ആയിരുന്നില്ലേ നിയാസ്? നോക്കൂ, ഞങ്ങളുടെ ഈ സംഭവം നടക്കുന്നത് മാവൂർ റോഡിലാണ്. അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു നമ്മുടെ കോഴിക്കോട് ബീച്ച് ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ ഫയർ സ്റ്റേഷനിൽ 4 ബിൽഡിങ്ങും 4 പിന്നെ വാഹനവും അതുപോലെ അവിടെ ആവശ്യമായ ജീപ്പ് അതുപോലെയുള്ള മറ്റെല്ലാ ആധുനിക സംവിധാനവും ഉണ്ടായിരുന്നു. അത് യാതൊരു കാരണവും കൂടാതെ അവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കായി മാറ്റി 1 യൂണിറ്റ് മാത്രമാക്കി അവിടെ മാറ്റി. ആ 1 യൂണിറ്റാണ് 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയത്. ബാക്കി യൂണിറ്റുകൾ വരാൻ അരമണിക്കൂർ താമസമെടുത്തു. നേരെ മറിച്ച് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 4 യൂണിറ്റിനും മിനിറ്റുകൾക്കുള്ള അവിടെ എത്തുമായിരുന്നെങ്കിൽ ഈ തീ ഇത്രയേറെ ആളിപ്പടരാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. വന്ന വാഹനത്തിൽ തന്നെ നമുക്ക് മതിയായ വെള്ളം ഉണ്ടായിരുന്നില്ല. 7 മണിക്കാണ് കോഴിക്കോട് പിന്നെ എയർപോർട്ടിൽ നിന്നും അത്യാധുനികമായ സൗകര്യമുള്ള വാഹനം എത്തിയത്. ആ വാഹനം എത്തുന്നത് നമ്മുടെ കയ്യിൽ ആ വാഹനം ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകുമായിരുന്നില്ല. 2, 3, 4 കോടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കാമായിരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാത്തത് സർക്കാരിന്റെയും ഫയർഫോഴ്സ് മേഖലയുടെയും ആളുകളുടെ ഉദാസീനത കൂടി വെളിവാക്കുകയാണ്. നന്ദി ശ്രീ PM നിയാസ് പ്രതികരിച്ചതിന്.